ശ്രീ വിനീത് കുമാർ, ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഈ കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇത് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ശിക്ഷാവിധി, ഞാൻ ചോദിക്കുന്നത് ക്വാണ്ടം ഓഫ് സെന്റൻസിനെ കുറിച്ചാണ്. കുറ്റക്കാരിയാണെന്നുള്ള വിധി സുപ്രീം കോടതിയിലും നിലനിൽക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഈ ശിക്ഷാവിധി, വധശിക്ഷ എന്നുള്ളത് അതേപടി നിലനിൽക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ ഇപ്പോൾ? ഇല്ല, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിനകത്ത് പരിശോധിക്കേണ്ട വിഷയം പോലുമല്ല. കാരണം ഒരു ട്രയൽ സൈഡിലെ ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ വളരെ പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആയൊരു കാര്യമാണ് ഇതിനകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലും അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസിൻ്റെ ഒരു കാറ്റഗറിയിൽ ഈ കോടതി ഇതിനെ കണ്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ വിധിക്കേണ്ടി വന്നത്. അപ്പം നമ്മുടെ തീർച്ചയായിട്ടും ഇതിൻ്റെ മുകളിലുള്ളൊരു കോടതിയിൽ ഒരു കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നടപ്പിലാക്കാൻ, വധശിക്ഷ ഏത് വധശിക്ഷയാണെങ്കിലും ഏത് കേസിലാണെങ്കിലും അങ്ങനെ നടത്താൻ പറ്റും, അതാണ് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതാണല്ലോ വിധിയുടെ നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡ്സുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ചേർത്ത് ഹൈക്കോടതിയിലേക്ക് ട്രയൽ കോടതി അയക്കുകയും ഹൈക്കോടതി ഇത് വളരെ വിശദമായിട്ട് പരിശോധിക്കും. ഇപ്പം അത് സംശയമില്ലല്ലോ. ശ്രീ വിനീത് കുമാർ, ഇപ്പൊ നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ഹസ്കർ ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വധശിക്ഷ എന്ന് പറയുന്നത്, നോക്കൂ, ഇപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഗ്രീഷ്മ ഗൂഗിൾ സെർച്ച് നടത്തി എങ്ങനെയാണ് അതീവ നാശമുണ്ടാക്കുന്ന വിധത്തിൽ ലിവറിനെയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് അവർ ഗൂഗിൾ സെർച്ച് നടത്തിയിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട തെളിവാണ്. ഈ കുപ്പി, വിഷം വാങ്ങിയ കുപ്പി, അതൊരു ഫിസിക്കൽ എവിഡൻസ് ആണ്. പക്ഷേ ഈ തെളിവുകളൊക്കെ നോക്കൂ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിൽ തെരഞ്ഞതെന്ന് ഹൈക്കോടതിയിൽ വാദിക്കാം ഗ്രീഷ്മയ്ക്ക്. അതുപോലെ ഈ കുപ്പി എന്ന് പറയുന്നത് സ്ഥിരമായി ആ കർഷകനാണ്, കീടനാശിനി വാങ്ങുന്ന കുപ്പിയാണ് എന്ന് വാദിക്കാം. ഈ പറഞ്ഞ സർക്കംസ്റ്റാൻസസ് വെച്ചും ഒപ്പം ഈ ഡിജിറ്റൽ തെളിവുകളുടെയും മെഡിക്കൽ തെളിവുകളുടെയും മാത്രം അടിസ്ഥാനത്തിൽ ഈ വധശിക്ഷ ഹൈക്കോടതിയിൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ല, ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശിക്ഷ നിലനിൽക്കുമോ എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ജഡ്ജ്മെൻറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട ഈ കോടതി, നമ്മുടെ ട്രയൽ കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്നത് എത്ര വളരെ ലഘൂകരിക്കപ്പെട്ട ഒരു എവിഡൻസ് ആണെന്ന് ഒരിക്കലും കരുതരുത് എന്നാണ് എനിക്ക് ഈ ഒരു ചർച്ചയിൽ പറയാനുള്ളത്. അതിന് കാരണം പല വിധിന്യായങ്ങളിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മാൻ മേ ലൈ യെറ്റ് സർക്കംസ്റ്റാൻസസ് വിൽ നോട്ട്. അതായത് വളരെ ശക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ, നേരത്തെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞതുപോലെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കി പ്രതിയിലേക്ക് മാത്രം പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്ന സാഹചര്യങ്ങളാണ് എങ്കിൽ ഒരു പക്ഷേ നേരിട്ട് കണ്ടു എന്ന് ദൃക്സാക്ഷിയായിട്ട് ഒരാൾ പറയുന്ന മൊഴിയേക്കാളും വളരെ ശക്തമായിട്ട് സാഹചര്യങ്ങൾ കോർത്തിണക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഒരു തെളിവ് ഒരു അപര്യാപ്തമാണെന്ന് ഒരിക്കലും വരില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള കേസുകൾ കൂടുതൽ ശക്തമാണ് എന്നുള്ളതും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ നമ്മുടെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് സാഹചര്യ തെളിവുകളാണ് എന്നുണ്ടെങ്കിൽ, വ്യക്തമായിട്ടുള്ള സാഹചര്യ തെളിവുകളാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വധശിക്ഷ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിന് ഒരിക്കലും ഒരു തടസ്സമല്ല. ഒരു നിയമവും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നും പറയുന്നില്ല. മറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശക്തമായ തെളിവുകൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലൂടെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വധശിക്ഷ നിലനിൽക്കില്ല എന്നുള്ള വാദം പോലും നിലനിൽക്കില്ല എന്നുള്ള വിധിന്യായമുണ്ട്. ആ വിധിന്യായവും ഞാൻ ട്രയൽ കോടതിയിൽ കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഒരിക്കലും ഇതിനകത്തില്ല. തീർച്ചയായിട്ടും അപ്പീൽ കോടതിയിലോട്ട് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കുറേ കൂടെ വളരെയധികം മെറ്റിക്കുലസ് ആയിട്ടും ഡീപ്പായിട്ടും ഒരു പരിശോധന നടക്കും എന്നുള്ളത് സത്യമാണ്. അങ്ങനെ പരിശോധന നടക്കുമ്പോൾ ഈ ട്രയൽ കോടതിക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു എറർ ഇൻ ജഡ്ജ്മെൻറ്റോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളത് ഈ വധശിക്ഷ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു വിധിന്യായമാണ് ഈ ട്രയൽ കോടതി നൽകിയിരിക്കുന്നതെന്നാണ്. ശരി.